ഹലോ ഫ്രണ്ട്സ്, ഇത് മുള്ളാട്ട കണ്ടോ? മുള്ളാട്ട ചെറുതായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കിത് പഴുത്തിനില്ല. ഇത് 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇത് പഴുക്കൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തോരൻ വെക്കുന്നില്ല. ഇതിങ്ങനെ കളറ് മാറിയതുകൊണ്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറയും. അപ്പോൾ പഴുത്തിട്ട് തിന്നാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ മുള്ളാട്ടിയുടെ ഗുണങ്ങൾ, നിങ്ങൾ മുള്ളാട്ട എന്നും പറയും, നമ്മൾ മുള്ളൻ ചക്ക എന്നും പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയാറ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഒരുപാട് അസുഖങ്ങൾക്ക് നല്ല ഇതാണിത്. അത്രയും നല്ല ഇതാണ്. നമുക്ക് അധികം ടേസ്റ്റ് ഇല്ലെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട് മുള്ളാട്ടയിൽ. ഇപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ തോരന വെക്കുന്നതിന് നമ്മൾ ഉള്ളിയെല്ലാം നല്ല പോലെ മുറിച്ചിട്ട് കൊടുക്കണം, എന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടേസ്റ്റിനെക്കാട്ടിയും ഹെൽത്തി നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മുള്ളാട്ട. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളിങ്ങനെ മുള്ളാട്ട കിട്ടിക്കഴിഞ്ഞാൽ ഇതേ മൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പഴുക്കാൻ വെച്ചിട്ട് തിന്നുന്നതാണ് ഏറ്റവും നല്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ.